ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണിത്. അവിടെയായിട്ട് കുറച്ചായിട്ട് എടുത്ത വീഡിയോ. ഇന്ന് സൺഡേ ആണ്. സൺഡേ അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ട് മാത്രമല്ല, പയറുണ്ട്. പയർ ഇന്നലെ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. അതിന്ന് കാലത്ത് ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട്. പയർ ഇന്നലെ രാത്രിയാണ് വെള്ളത്തിൽ കുതിർത്തിട്ടത്. ഇന്നലെ കാലത്തെ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് നല്ലോണം മുളച്ച് കിട്ടുമായിരുന്നു. കുഴപ്പമില്ല. ഇപ്പോൾ കുക്കറിൽ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് അതിന് കണക്കായ ഉപ്പ് ഇട്ടിട്ട് ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ നല്ലോണം കുതിർത്തെടുത്തതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. റെഡിയായി. അപ്പോൾ ഇന്ന് പയറും പുട്ടും പഴമും ഉണ്ട്. ഇത് മൂന്നുമാണ് ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പൂജയ്ക്ക് പോയിട്ടില്ല. വൈകുന്നേരമാണ് പൂജയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് കാലത്ത് റിലാക്സ്ഡ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, മണി പ്ലാന്റ്. ക്രിസ്മസിന് വീട്ടിനകത്ത് എടുത്തതാണ്. ലൈറ്റൊക്കെ ഇടാൻ വേണ്ടി വീട്ടിനകത്ത് എടുത്തു വച്ചിരുന്നു. അതിനുശേഷം ഇത് കുടിലൊക്കെ മാറ്റിയതിന് ശേഷം ഇത് പുറത്ത് വച്ചിട്ടില്ല, വീട്ടിൻ്റെ അകത്ത് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അകത്ത് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് പാചകമൊന്നുമില്ല, കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്നു ചേട്ടൻ. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആണ്, ഇന്ന് ഉച്ചയ്ക്കുള്ള ജോലിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബക്കറ്റ് ബിരിയാണി വാങ്ങിച്ചു. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ആ കടയിൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കിട്ടും. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പം ബക്കറ്റിലായതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഉടൻ തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന ഉടൻ തന്നെ ഞാനത് 2 ഹോട്ട് ബാഗിലായിട്ട് മാറ്റി വെച്ചു. ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ബിരിയാണിയുടെ കൂടെ ബ്രെഡ് ഹൽവയും തൈരുള്ളി ഉണ്ടല്ലോ, സലാഡ്, അതും പിന്നെ കറിയുണ്ട്, ഫ്രൈ ഉണ്ട്. അതുപോലെ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന കത്തിരിക്ക കൂട്ടുമുണ്ട്. അങ്ങനെ വൈകുന്നേരമായി. ഞങ്ങൾ വൈകുന്നേരമാണല്ലോ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് അത് കഴിഞ്ഞ് പള്ളിയിൽ നേരത്തെ കഴിഞ്ഞു. എല്ലാ ഞായറാഴ്ച 5:30-ക്കാണ്. പക്ഷേ ഈ പ്രാവശ്യം 5 മണിക്കാണ് പൂജ തുടങ്ങിയത്, വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട്. അങ്ങനെ നേരത്തെ പൂജ കഴിഞ്ഞു. ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോത്തീസിലേക്ക് പോകാനുണ്ടായിരുന്നു, ഒരു ചെറിയ പർച്ചേസ്. അപ്പം എല്ലാവരും കൂടിയാണ് പോയത്. പോത്തീസിലാവുമ്പം കൂടുതലും എല്ലാവരും ചേർന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം പിള്ളേർക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കണമെന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയലും കുറച്ച് ലൈനിങ് തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് പോയി, അതായത് സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ എപ്പോൾ പോത്തീസിൽ വന്നാലും പിള്ളേർ സൂപ്പർ മാർക്കറ്റിൽ പോകാതെ വിടില്ല. അവർക്ക് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞു. കുറച്ച് തുണിയേ ഉള്ളൂ, അതൊക്കെ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് വീട്ടിലുള്ള സാധനങ്ങളും ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എല്ലാം വാങ്ങിച്ച് ബില്ലൊക്കെ ഇട്ടു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത്. അപ്പോൾ ഈ ബാഗ് ഉണ്ടല്ലോ, ഈ ബാഗ് ഞാനാണ് സ്റ്റിച്ച് ചെയ്തത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉള്ളപ്പോഴൊക്കെ എപ്പോഴും ഈ ബാഗ് എടുത്തുകൊണ്ട് പോകും. എനിക്ക് ഈ ബാഗ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെ പോയാലും ഈ ബാഗ് ഞാൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ കടയിൽ പോയപ്പോൾ ഒരു 7-7:30 ആയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 9 മണി ആയിട്ടില്ല, 8:45 ആയി. അത്ര സമയം എടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നെത്തി. പിറ്റേന്ന് കാലത്തായി. അപ്പോൾ കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി
സേമിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കാലത്ത് സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ച് അപ്പം ഉണ്ടാക്കി. അപ്പോൾ അതോടുകൂടി അപ്പത്തിൻ്റെ മാവ് തീർന്ന്. അതിനുശേഷം ഞാനും എൻ്റെ ഒരു മോളും കൂടി വീട്ടിലുണ്ട്, രണ്ടാമത്തെ ആളും കൂടി വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി സേമിയാണ് ഉണ്ടാക്കിയത്. സേമിയയും ചായയും. അങ്ങനെ കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ട് 2-3 ദിവസമായി. കുറച്ച് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടാക്കി വിട്ടിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ മോളുടെ ചുരിദാറാണ്. അവൾക്ക് കോളേജിൽ പോകുമ്പം ആദ്യത്തെ ദിവസം, ഇപ്പോൾ അവൾക്ക് ലീവാണല്ലോ, അപ്പോൾ ആദ്യത്തെ ദിവസം ഇടാൻ വേണ്ടി ഒരു ചുരിദാർ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇന്ന് എങ്ങനെയെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന്, കാരണം ഇന്ന് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഇന്നലെ സൺഡേയും കുറച്ച് സമയം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ സ്റ്റിച്ച് ചെയ്തില്ല. ഞങ്ങൾ സംസാരിച്ചും കളിച്ചും ചിരിച്ചും അങ്ങനെ സമയം പോയി. അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം സ്റ്റിച്ചിങ്ങിൽ വന്ന് ഇരുന്നു. അതുപോലെ ഇന്നലെ എടുത്തത് മെറ്റീരിയലുണ്ട്, അതും കുറച്ച് തയ്ക്കാനുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഉടൻ തയ്ക്കുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് അത് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം പറ്റൂലല്ലോ. ഞാനിങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ തയ്ക്കാനാണ് എടുത്ത് വയ്ക്കുന്നത്. എന്നും തയ്ക്കാറില്ല. നമുക്ക് കിച്ചണിലുള്ള ജോലിയും വീട് ക്ലീനിങ്ങും എല്ലാം കറക്റ്റായിരിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ സ്റ്റിച്ചിങ്, എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ സമയം കുറവായിരിക്കും. പിന്നെ ചിലപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും തയ്ക്കാനൊക്കെ. ആ സമയമൊക്കെ മറ്റ് ജോലികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അങ്ങനെ തയ്ക്കാറുണ്ട്. ചില സമയം ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് തീരെ ആവശ്യമാണ്, അർജൻറ്റായിരിക്കും തുണിയൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ. അല്ലെങ്കിൽ പിള്ളേർക്ക് അർജൻറ്റായിട്ട് നമുക്കത് തയ്ച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളപ്പം തയ്ക്കാറുണ്ട്. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ടെറസിലേക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഞാനും മക്കളുമായിട്ട് പോയി. അപ്പോൾ പോയപ്പോൾ തന്നെ ഞാൻ വെജിറ്റബിൾസ് എടുക്കാനുള്ള കുട്ടയും അതിനുള്ള കത്തിയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. കാരണം ഇത് 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ എടുക്കണമെന്ന് ഓർമ്മിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ ടെറസിൽ കയറുമ്പോൾ മറന്നു പോകും അതിനുള്ള കത്തിരിയൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ഇന്ന് വല്ല ഇതിനെ എടുത്തേ പറ്റുമെന്ന് എല്ലാം ഓർമ്മിച്ച് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ കത്തിരിക്കയൊക്കെ തന്നെത്താനെ വളർന്നതാണ്. ഞാൻ വെജിറ്റബിൾ കിച്ചൺ വേസ്റ്റ് ഇടുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എന്ത് കളർ കണ്ട, നല്ലൊരു കളറാണ്, ബ്ലാക്ക് ബ്യൂട്ടി. അപ്പോൾ ഈ ചെടിയിൽ അങ്ങനെ കത്തിരിക്ക ചെടി 5-6 ബക്കറ്റിലുണ്ട്. അപ്പോൾ ആ ചെടിയിലുള്ള 2 എണ്ണം എടുത്തു. മറ്റൊരു ചെടിയിലും ഒരു വലിയ കത്തിരിക്ക ഉണ്ട്, അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കത്തിരിക്ക പാൽക്കറി ഉണ്ടാക്കാം. 2-3 എണ്ണം ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളിയുണ്ട്, കുറച്ചല്ല 2-3 ഉണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് എടുക്കാം. ഇനി നമുക്കൊരു കോളിഫ്ലവർ എടുക്കാം. കോളിഫ്ലവർ ഒരുപാട് ദിവസത്തിന് മുമ്പ് ഇത് വിളവെടുക്കാനുള്ളതാണ്. ഞാനിങ്ങനെ മറന്ന് പോകുന്നുണ്ട്. അത് തന്നെത്താനെ വളർന്നിങ്ങനെ കോളിഫ്ലവറിൻ്റെ മുകളിൽ ഇതുപോലെ പൂവൊക്കെ വെച്ച് വലുതായിട്ട് വളർന്ന്. അപ്പോൾ ഇതിനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്നാലും ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനിത് കളയുന്നില്ല, ഇതിലുള്ള പൂ മാത്രം ഒടിച്ചെടുത്ത് കറി വയ്ക്കാം. കറിയോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും വയ്ക്കാം. അതിപ്പോൾ കാണുമ്പോൾ നല്ല ഫ്ലവർ ബൊക്കെ പോലെ ഉണ്ട് കാണാനായിട്ട്. അത് നേരത്തെ എടുക്കാനുള്ളതായിരുന്നു. നമ്മൾ എടുക്കുന്ന സമയം ഇച്ചിരി കൂടുതലായതുകൊണ്ട് അത് കോളിഫ്ലവർ പൂ ഇങ്ങനെ ആയിപ്പോയി. ഇനി കുറച്ച് കരിവേപ്പില എടുക്കാനുണ്ട്. അതും കൂടി എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇനി താഴേക്ക് പോവാം. ടെറസിലെ പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കിച്ചണിലേക്ക് വന്നു. ഇനി നൈറ്റിനുള്ള ഡിന്നറിൻ്റെ കാര്യം ഒന്ന് നോക്കണം. അതിന് മുമ്പ് ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ഒന്ന് മാറ്റി വെച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പം 2-3 ബോട്ടിൽ ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൂച്ചകൾ തട്ടി പൊട്ടി അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇപ്പോൾ 1-2 എണ്ണേ ഉള്ളൂ.
കിച്ചണിലുള്ള മണി പ്ലാന്റൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാറുണ്ട്, എന്നും ഒഴിക്കാറില്ല, 2-3 ദിവസത്തേക്ക് ഒരിക്കൽ അങ്ങനെ വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പം ഞാൻ കിച്ചണിൽ 2 മണി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. തീരെ ചെറുത്, വളരെ ചെറിയ ഒരു മണി പ്ലാന്റാണ്. അപ്പോൾ നമുക്കിനി ഡിന്നറിൻ്റെ കാര്യം ഒന്ന് നോക്കാം. ആദ്യം കോളിഫ്ലവർ, ഇന്ന് ഞാൻ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുമാണ് വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കോളിഫ്ലവർ നമുക്ക് ആ കുറുമയിലൂടെ ചേർക്കാം. കോളിഫ്ലവർ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയ മുറ്റലുണ്ട്. അപ്പോൾ അതിൻ്റെ പൂ മാത്രം നമുക്ക് ഒടിച്ചെടുത്തിട്ട് നമുക്ക് കുറുമയിലൂടെ ചേർക്കാം. അതിന് മുമ്പ് ചപ്പാത്തിയുടെ മാവ് ഒന്ന് കുഴച്ച് വയ്ക്കണം. അപ്പോൾ ഞാൻ അത് മാവ് എടുത്തിട്ട് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വയ്ക്കാൻ, ചൂടുവെള്ളത്തിന് വേണ്ടി അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. കാരണം ചൂടുവെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തി എപ്പോഴും മിക്സ് ചെയ്യാറ്. അപ്പോഴാണ് ചെറിയൊരു ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടും. എത്ര സമയമായാലും നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. അതിനുവേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുന്നതിന് മുൻപ് നമുക്ക് കോളിഫ്ലവറിൻ്റെ പൂവെല്ലാം ഒന്ന് ഒടിച്ചെടുക്കാം. പൂ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വേസ്റ്റ് എല്ലാം ഞാനൊന്ന് എടുത്ത് കളക്ട് ചെയ്ത് വെക്കാം. നമുക്ക് കിച്ചൺ വേസ്റ്റ് കൊണ്ടിടാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളം റെഡിയായി. അപ്പോൾ അത് ഒഴിച്ച് നമുക്കിനി ചപ്പാത്തി ഒന്ന് കുഴച്ച് വയ്ക്കാം. ആദ്യം തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലാതെ ചൂടായിരിക്കും. ഇപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾ കുറുമയ്ക്കുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, 3 പച്ചമുളക്, 1 ക്യാരറ്റ്, പിന്നെ കുറച്ച് ബീൻസ്, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് പുതിനയില, അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഞാൻ വഴറ്റാൻ തുടങ്ങി. അപ്പോൾ ഈ തക്കാളി ടെറസിൽ നിന്ന് എടുത്ത തക്കാളിയാണ്. അതുപോലെ കോളിഫ്ലവറും ടെറസിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച്, സവാള നല്ലോണം വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഒരു 8 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പുതിനയിലയും നേരത്തെ ഇട്ടു, അല്ലെങ്കിൽ അവസാനം നമ്മൾ തിളയ്ക്കുമ്പോഴാണ് പുതിനയിലയൊക്കെ ഇടുന്നത്. ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ച് എല്ലാ വെജിറ്റബിൾസും ഇട്ടതിൻ്റെ കൂടെ തന്നെ പുതിനയിലയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഒരു അടപ്പിട്ട് 5-6 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഒരു 7 മിനിറ്റ് നല്ലോണം ഈ എണ്ണയിൽ തന്നെ വെന്ത് കിട്ടിട്ട് അതിനുശേഷം നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയതിന് ശേഷം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഈ ഗ്രേവിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ അരച്ചും ഇത് ചെയ്യാം, അതിനെക്കാട്ടിലും തേങ്ങാപ്പാലിൽ ചെയ്യുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഞാൻ എപ്പോഴും വെജിറ്റബിൾ കുറുമ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം 1-ാം പാൽ, 2-ാം പാൽ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അടപ്പിട്ട് തിളയ്ക്കട്ടെ. നല്ലോണം തിളച്ച് കുറുകുമ്പം കറി സൂപ്പറായിരിക്കും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഒരു വശത്ത് ചപ്പാത്തിയും ഒരു വശത്ത് കറി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറി റെഡിയായതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മക്കളൊക്കെ വന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നൈറ്റുള്ള ഡിന്നറിൻ്റെ പണി കഴിഞ്ഞു. ഇനി കയ്യോടെ കുറച്ച് പാത്രങ്ങളുണ്ട്, ചപ്പാത്തി കട്ട, പിന്നെ അതിൻ്റെ മിക്സ് ചെയ്ത പാത്രങ്ങളെല്ലാം ഉണ്ട്. എല്ലാം തന്നെ ഉടൻ തന്നെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ നാളത്തെ ദിവസം പോക്കാവും. കാരണം കാലത്ത് തന്നെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും, ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ എല്ലാം കഴുകി മാറ്റി. അങ്ങനെ കിച്ചൺ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. സ്ലാബൊക്കെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സിങ്കും പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി. സിങ്കും അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കഴുകിയ പാത്രങ്ങളെല്ലാം ബാസ്ക്കറ്റിലാക്കി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.